നാട്ടുകാരെയും വീട്ടുകാരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നു സിവിൽ പോലീസ് ഓഫീസർ പി ദിവ്യശ്രീ. ദിവ്യശ്രീ കൊല്ലപ്പെട്ടതിന്റെ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല. കരിവള്ളൂർ ഗ്രാമത്തിന് ദിവ്യശ്രീയെ ഇന്നലെ വൈകിട്ടാണ് നഷ്ടമായത്. ഭർത്താവ് കെ രാജേഷ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ രാജേഷിനെ പുതിയ തെരുവിലെ ബാറിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. ആക്രമണം ആസൂത്രിതമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രാജേഷിന്റെയും ദിവ്യയുടെയും പ്രണയവിവാഹമായിരുന്നു. 2 വർഷം മുൻപാണ് ദിവ്യശ്രീക്ക് പോലീസിൽ ജോലി കിട്ടിയത്. നേരത്തെ പെയിന്റിംഗ് ഡ്രൈവർ ജോലി ചെയ്തിരുന്ന രാജേഷ് അടുത്ത കാലത്തായി ജോലിക്ക് പോകാറില്ലായിരുന്നു. സ്വത്ത് സംബന്ധിച്ചും രാജേഷ് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നുവെന്ന് പരാതിയുണ്ടായിരുന്നു. ഉപദ്രവം തുടർന്നതോടെ ദിവ്യശ്രീ കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിനായി കേസ് കൊടുക്കുകയായിരുന്നു. വെള്ളിയാഴ്ച ദിവ്യശ്രീക്ക് ശബരിമല ഡ്യൂട്ടിക്കായി പോകേണ്ടതായിരുന്നു. രാത്രി 7-ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഓട്ടോ ഏൽപ്പിച്ചിരുന്നു. മകൻ ആശിഷ് കളിക്കാൻ പോയ സമയത്തായിരുന്നു രാജേഷ് വീട്ടിലെത്തിയത്. ദിവ്യശ്രീയും അച്ഛൻ വാസുവും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇവരുടെ നിലവിളി കേട്ട് സമീപവാസികൾ ഓടിയെത്തുമ്പോഴേക്കും കയ്യിൽ വടിവാളുമായി നിൽക്കുന്ന രാജേഷിനെയായിരുന്നു കണ്ടത്. ഗേറ്റിന് സമീപം ദിവ്യശ്രീ വീണുകിടക്കുന്നുണ്ടായിരുന്നു. അടുത്തേക്ക് വന്നാൽ കൊല്ലുമെന്ന് രാജേഷ് സമീപവാസികളെ ഭീഷണിപ്പെടുത്തി വടിവാളുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു.